സ്നേഹാംസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് പലർക്കും പുതിയതാണ് അല്ലേ. അപ്പം മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി, മെല്ലെ മെല്ലെ ശരിയാവത്തുള്ളൂ. ഒരുപാട് മക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, മിസ്സേ ഹിന്ദി ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റണില്ല. ഒക്കെ ശരിയായി വരും കേട്ടോ. നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മക്കൾ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് വായിച്ചിട്ട് പിന്നെ എന്താണ് ഓരോ അക്ഷരങ്ങൾ പഠിക്കുക. പിന്നെ പുതിയ പുതിയ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ അങ്ങ് പഠിക്കുക കേട്ടോ. 1ാം ക്ലാസ് നമ്മളെങ്ങനെയാണ് ABCD പഠിച്ചത് അതേപോലെ തന്നെ. അപ്പം ടെൻഷനൊന്നും വേണ്ട, പഠിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിതയില്ലേ, ആ കവിത മുഴുവൻ നമ്മൾ ഇന്ന് സെറ്റാക്കാൻ പോവാണേ. അപ്പം നോക്കാം, പില്ല പില്ല എന്താന്ന് എൻ്റെ മക്കൾക്ക് അറിയായിരുന്നല്ലോ. എന്താണ് നമ്മൾ പപ്പിക്ക്, നായ്ക്കുട്ടിക്ക് പറയുന്ന പേരാണ് എന്ത്, പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചാപ്റ്ററിൽ എന്തായിരുന്നു, നീതുവിൻ്റെയും ടോമി എന്ന് പറയുന്ന നായ്ക്കുട്ടീൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടാളും എന്താണ് നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ എങ്ങനെയായിരുന്നു, നമ്മുടെ ടോമി എങ്ങനെയായിരുന്നു, ടോമിക്കുട്ടൻ കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ആളാണല്ലേ. അപ്പോൾ അവനെയൊക്കെ ഉള്ള കുറിച്ചുള്ള ഒരു കവിതയാണെന്ന് മക്കൾ വിചാരിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു കുഞ്ഞു നായ്ക്കുട്ടിയുടെ, കുഞ്ഞൊരു പപ്പിയുടെ കഥയാണ്, ഒരു കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത് പില്ല എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ സഫ്ദർ ഹഷ്മിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. കവിയുടെ പേര് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല, മക്കൾ പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇത് വായിക്കുന്ന എന്താണ്, സഫ്ദർ ഹഷ്മി എന്നാണ്. ഓക്കെ, അത് അങ്ങനെ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പില്ല നമ്മൾ ആ കവിത മുഴുവൻ ആദ്യം ഒന്ന് മക്കൾ വായിച്ചിട്ടുണ്ടാവണം. നോക്കി, ഗെയിംസിൻ്റെ കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. नीदू का था पिल्ला एक, बदन पे उसके रुए अनेक, छोटी टांग के लंबी पूंछ, भूरी धाड़ी काली मूछ, मक्खी से वह लड़ता था, गड़े गड़े गिर पड़ता था. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മിസ് ഓരോ 2 വരിയുടെ ആയിട്ട് അർത്ഥങ്ങൾ പറയാം. അർത്ഥങ്ങൾ നമുക്ക് മസ്റ്റാണേ, അർത്ഥം പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വാക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളുടെ എന്ത് ചെയ്തോളാം, പഠിച്ചോളാം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് മിസ് കുറച്ച് അർത്ഥം, അല്ലാതെ മിസ് പറയുന്ന അർത്ഥങ്ങളും കൂടി മക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ നോക്കുക, നമ്മൾ വായിക്കാൻ പോവാണ്. നീതു കാത്ത, നീതു കാത്ത നമ്മുടെ നീതു അല്ലേ, നീതു മോളെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചതാണ് നമ്മൾ. അപ്പൊ നീതുവിനൊരു എന്തുണ്ടായിരുന്നു, പിള്ളയുണ്ടായിരുന്നു എന്ന് പറയാണ് നമ്മൾ. നോക്കിക്കേ, നീതു കാത്ത, നീതുവിനുണ്ടായിരുന്നു എന്താ ഉണ്ടായിരുന്നത്, ഒരു പില്ല ഏക്ക്, നായ്ക്കുട്ടി ഒന്ന്, പപ്പി ഒന്ന് എന്ന് പറയാം അല്ലെ, നമ്മൾ പപ്പി ഒന്ന്. ഓക്കെ, നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് മക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ. നീതുവിനുണ്ടായിരുന്നു ഒരു പപ്പി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടി എന്നുള്ളതാണ് നമ്മുടെ മുഴുവനായിട്ടുള്ള എന്തെന്ന് പറയുന്നത്, കവിതയുടെ വരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, ബദൻ പേ ഉസ്കെ റൂയെ അനേക്. നമ്മുടെ നായ്ക്കുട്ടീനെ കാണാൻ എങ്ങനെയാണ്, നമ്മുടെ പിള്ളയെ കാണാൻ എങ്ങനെയാണ്, നല്ല രോമമൊക്കെ ആയിട്ടല്ലേ, കുഞ്ഞു കുഞ്ഞു കുറേ രോമങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം അതാണ് നമ്മൾ അടുത്തേ പറയുന്നത്. നോക്കിക്കേ, ബദൻ പേ എന്ന് വെച്ചാൽ എന്താണ്, ശരീരത്തിൽ, അതിൻ്റെ ശരീരത്തിൽ, നമ്മുടെ നായ്ക്കുഞ്ഞിൻ്റെ എന്താണ് ശരീരത്തിൽ, ഉസ്കെ അവൻ്റെ, രുവേ അനേക് രോമം അല്ലേ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാവേ, രോമം അനേക് എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് എന്ന് പറയാണ്. അവന് ശരീരത്തിൽ അവന് ഒരുപാട് രോമം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഓരോ ഇതിൻ്റെയും അർത്ഥം മക്കൾ മനസ്സിലാക്കണം. ഉസ്കെ എന്ന് വെച്ചാൽ എന്താണ്, അവൻ്റെ, രുവേ എന്ന് വെച്ചാൽ എന്താണ്, രോമമാണ്, അനേക് എന്ന് വെച്ചാൽ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അർത്ഥങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. കുഞ്ഞു രോമങ്ങൾക്ക് നമ്മൾ രുയേ എന്ന് പറയുക, ബദൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ശരീരം എന്ന് പറയുന്നതാണ്, പില്ല എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പപ്പി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ 2 വരിയാണ് മിസ് പറയുന്നത്. നോക്കിക്കേ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു രോമമായിട്ട് ഒരു കുഞ്ഞു പപ്പി അല്ലേ. നീതുമോളുടെ ആ ഒരു നായ്ക്കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവൻ്റെ ഇതൊക്കെ നോക്കി, കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു നായ്ക്കുട്ടി അല്ലേ. നോക്കിക്കേ, ചോട്ടി ടോങ് ടാങ്കെ ലംബി പൂഞ്ച്. പിന്നെ അവൻ്റെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് പറയാണ്. കുഞ്ഞു എന്താണ്, കാലുകളാണ്. ചോട്ടി എന്ന് വെച്ചാൽ എന്താണ്, കുഞ്ഞു എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ചെറിയ എന്നുള്ള അർത്ഥമാണ്. കുഞ്ഞു കാലുകളും പിന്നെന്താണ് പ്രത്യേകത, ലംബി നീളമുള്ള, എന്തുണ്ട്, നീളമുള്ള പൂഞ്ചുണ്ട്. പൂഞ്ച് വെച്ചതാണ്, വാലുണ്ട് എന്ന് പറയാണ് അല്ലേ, വാലും എന്ന് പറയാണ്. അപ്പം നോക്കിക്കേ, അവൻ്റെ മൊത്തത്തിലൊന്ന് മക്കൾ നോക്കിക്കേ, ചോട്ടി ടാങ്കി എന്ന് വെച്ചാൽ എന്താണ്, കാലുകൾ, ഒരു കുഞ്ഞു കാലുകളാണുള്ളത്. മാത്രമല്ല എന്താണ്, ലംബി ആയിട്ടുള്ള, നീളമായിട്ടുള്ള എന്തുണ്ട്, പൂഞ്ചുണ്ട്. പൂഞ്ചെന്ന് വെച്ചാൽ വാലാണ് അല്ലേ, അവൻ്റെ വാല് ലംബിയാണ്, നല്ല അവനെക്കാളും നോക്കിക്കേ, അവൻ്റെ കാലിനെക്കാട്ടും വലുപ്പമുണ്ട് എന്തിനുള്ള, നമ്മുടെ പൂഞ്ചിനുള്ള അല്ലേ. അപ്പം അത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് നോക്കിക്കേ,
ഭൂരി ദാടി, ഭൂരി ദാടി, കാലി മൂച്ച്. പിന്നെ അവന്റെ പ്രത്യേകത എന്താണ്? ഭൂരി ദാടി. ഭൂരി എന്ന് വെച്ചാൽ എന്താണ്? ബ്രൗൺ കളറിനാണ് നമ്മൾ ഭൂരി എന്ന് പറയുന്നത് കേട്ടോ. ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ദാടി. ദാടി എന്ന് വെച്ചാൽ എന്താണ്? താടിയാണ്. അതായത് ഈ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ ചില നായ്ക്കുട്ടികളുടെ കളർ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ചില നായ്ക്കുട്ടികളുടെ കളർ എങ്ങനെയായിരിക്കും? അവിടെ കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള കളർ അവരുടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് നോക്കിയത് ഇങ്ങനെ, അതായത് താടിയുടെ ഈ ഭാഗത്ത് എന്താ കുറച്ച് ബ്രൗൺ കളറൊക്കെ മക്കൾ കാണുന്നുണ്ടാവും. അങ്ങനെ ബ്രൗൺ ആയിട്ട്, ഓക്കെ മിസ് ഇവിടെ ബ്രൗണാണ് വരച്ചേക്കുന്നത്, പക്ഷേ അതിൽ ബ്രൗൺ അല്ല കാണുന്നത്, ചെറിയതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിക്കേ എന്തുണ്ട്? ഭൂരി ദാടി. ദാടി എന്ന് വെച്ചാൽ താടിയാണ്. ഭൂരി ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള താടിയുണ്ട്. ബ്ലാക്ക് ആയിട്ടുള്ള എന്തുണ്ട്? മൂച്ചുണ്ട്. മൂച്ച് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബ്ലാക്ക് കളറ്. മൂച്ച് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയാറുണ്ട് എന്താണ്? മീശ എന്ന് നമുക്ക് പറയാം അല്ലേ? അതായത് ഈ നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടീനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാവും, കുറച്ചൊരു മീശ ഉണ്ടാവും അല്ലേ? അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള മീശ ആർക്കുണ്ട്? നമ്മുടെ നീതുമോളുടെ നായ്ക്കുട്ടിക്കുണ്ട്, പപ്പിക്കുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ ബ്ലാക്ക് കളർ മൂച്ചുണ്ട്. മൂച്ച് എന്ന് വെച്ചാൽ എന്താണ്? മീശ എന്നുള്ള അർത്ഥം കേട്ടോ. മീശ. ഇതൊക്കെയാണ് അവൻ്റെ പ്രത്യേകത അല്ലേ? കുഞ്ഞു കാലുകളാണ്, ലംബി പൂഞ്ചാണ്, വാലുകളാണ്, ബ്രൗൺ ആയിട്ടുള്ള ദാടിയുണ്ട്, കാലി ബ്ലാക്ക് ആയിട്ടുള്ള എന്തുണ്ട്? മൂച്ചുണ്ട്, മീശയുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അടുത്ത 2 സ്റ്റാൻസയിൽ അവൻ്റെ കുട്ടിക്കളിയാണ് കേട്ടോ പറയുന്നത്. അതായത് അവൻ കളിക്കല്ലേ, കുഞ്ഞു നായ്ക്കുട്ടിയാണല്ലേ. അപ്പൊ അവന്റെ ഒരു കുട്ടിക്കളി പറയാണെന്ന് നോക്കിയേ. മക്കി സേവഹ ലടുത്താത്ത. മക്കി എന്താ? മക്കി എന്ന് വെച്ചാൽ ഈച്ചയാണേ. ഈച്ച നമുക്കറിയാം, പൂച്ചയ്ക്കാണെങ്കിലും നായ്ക്കാണെങ്കിലും ഈച്ചകളെ ഇഷ്ടമല്ലല്ലേ. അവർ ഈച്ചേനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈച്ചനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുഞ്ഞു പൂച്ചക്കുട്ടീനെയും കുഞ്ഞു നായ്ക്കുട്ടീനെയും കണ്ട് അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈച്ചേനെ പിടിക്കുക, കൊതുവിനെ പിടിക്കുക, ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നോക്കാം, മക്കീസെ വെച്ചാണ് ഈച്ചയോട് എന്നുള്ള അർത്ഥം കേട്ടോ. ഈച്ചയോട് അവൻ എന്ത് ചെയ്യായിരുന്നു? ലടുത്താത്ത വെച്ചെന്താണ്? ലഡിന വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്തുദ്ദേശിച്ചത്? വഴക്ക് കൂടുക എന്നുള്ള അർത്ഥം അല്ലേ. അപ്പം നമുക്ക് യുദ്ധം ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. ചെയ്യുമായിരുന്നു ഉദ്ദേശം എന്താണ്? കച്ചറയാണ്, ഫുള്ള് കച്ചറയാണ്. മക്കീനെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ. വഴക്ക് കൂടും എന്നുള്ള അർത്ഥം അല്ലേ. വഴക്ക് കൂടും എന്നുള്ള അർത്ഥമാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. അത് വഴക്ക് കൂടും എന്നുള്ള ഭാഗം. ഓക്കെ, മാത്രമല്ല ഗടേ ഗിർപ്പെടുത്താത്ത. ഓക്കെ, നമ്മുടെ കുഞ്ഞു മക്കളെ പോലെ തന്നെയാണ് ആരും? നമ്മുടെ നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ അല്ലേ. അപ്പം നമ്മുടെ പപ്പിക്കുട്ടൻ, നമ്മുടെ പപ്പി എങ്ങനെയാണ്? പില്ല എങ്ങനെയാണ്? അവൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിപ്പോൾ മറഞ്ഞങ്ങ് വീഴും അല്ലേ. അതിന് നിൽക്കാനൊന്നും ആയിട്ടുണ്ടാവില്ല ശരിക്കും. അപ്പം എന്ത് ചെയ്യും? ഓടുന്ന സമയത്തും നടക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ട് വീഴും അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ ഉരുണ്ടാണ് അവർ നടക്കുക തന്നെ ചെയ്യുക അല്ലേ. അപ്പം ഗടേ എന്ന് വെച്ചാൽ എന്താ അറിയോ? നിന്ന നിൽപ്പാലെ നമ്മൾ പറയില്ലേ, നിന്ന നിൽപ്പാലെ എന്ത് ചെയ്യും? ഗിർപ്പെടുത്താത്ത വെച്ചാൽ എന്താണ്? വീണു പോകുമായിരുന്നു. ആര്? നമ്മുടെ പില്ല അല്ലേ, നമ്മുടെ നായ്ക്കുട്ടി അല്ലേ. നായ്ക്കുട്ടി ഗടേ നിന്ന നിൽപ്പാൽ എന്ത് ചെയ്തു പോവും? ഗിർജാത്താത്ത, അല്ലെങ്കിൽ എന്താണ്? ഗിർപ്പെടുത്താത്ത, വീണു പോവുമായിരുന്നു അവല്ലേ. കാരണം അവന് എന്താണ്? നിൽക്കാനൊന്നും ആയിട്ടില്ല, കുഞ്ഞനാണല്ലേ. അപ്പം ഇതാണ് നമ്മുടെ പില്ലേനെ കുറിച്ചുള്ള കുഞ്ഞു കവിത എന്ന് പറയുന്നത്. നീതുവിന് ഒരു പപ്പിക്കുട്ടൻ ഉണ്ടായിരുന്നു, ശരീരത്തിൽ നിറച്ച് രുയേ ഉണ്ടായിരുന്നു, രോമം ഉണ്ടായിരുന്നു, ചോട്ടി ടാങ്കും കുഞ്ഞി കാലുകളാണ്, പിന്നെ ലംബി പൂഞ്ചാണ്, വലിയ നീളമുള്ള എന്താണ്? വാലുകളാണ്, ഭൂരി താടി, നല്ല ബ്രൗൺ കളറായിട്ടുള്ള താടി ഉണ്ടവന്, കാലി മൂച്ച്, എങ്ങനെയാ മീശ എങ്ങനെയാണ്? കറുത്ത മീശകളാണ്. മാത്രമല്ല മക്കീനോട് അതെന്താണ്? എപ്പോഴും ലടുത്താത്ത, യുദ്ധം ചെയ്യായിരുന്നു, വഴക്ക് കൂടായിരുന്നു. അവന് ഇഷ്ടമല്ല അല്ലേ മക്കീനെ. മാത്രമല്ല എന്താണ്? നമ്മുടെ ഗടേ നിന്ന് നിൽപ്പാൽ അവൻ എന്തായി പോവും? ഗിർപ്പെടുത്താത്ത, വീണു പോവും ചെയ്യായിരുന്നു. ആര്? നമ്മുടെ ഈ ഒരു പപ്പി പില്ല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പിള്ളയുടെ കവിത എന്ന് പറയുന്നത്. നന്നായിട്ട് തന്നെ മക്കൾ വായിക്കാൻ വേണ്ടി പഠിക്കാം. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് അറിയാത്ത വാക്കുകളില്ലേ, ആ വാക്കുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. എഴുതി പഠിക്കുക, അപ്പോഴത്തേക്ക് നമുക്ക് ഹിന്ദി സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ